ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും തംബ്നെയിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇന്ന് എൻ്റെ ഒരു സോളോ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ക്വാർട്ടറിൽ ഒറ്റയ്ക്കാണ്. അച്ഛനും അമ്മയും ഒരു ആവശ്യമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഏട്ടനാണെങ്കിൽ നെക്സ്റ്റ് മന്ത് വരത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ഒറ്റയ്ക്കുള്ള ജീവിതം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വലിയ പരിപാടിയും പണികളും ഒന്നുമില്ല കേട്ടോ. എനിക്ക് 9:30 ആകുമ്പോൾ പോയാൽ മതി. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഒരു 7:30 ഒക്കെ ആവും കേട്ടോ എണീക്കാൻ വേണ്ടി. എണീറ്റൊന്ന് ജസ്റ്റ് ഫ്രഷപ്പൊക്കെ ആയി ഡോറും ബാൽക്കണിയും ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ നേരെ കിച്ചണിലേക്കാണ് പോവുക. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി, ലഞ്ച് വേണ്ട. കാരണം ലഞ്ച് ഹോസ്പിറ്റലിൽ നിന്നാണ് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈവനിങ് വന്നിട്ട് ഡിന്നർ, അത്രയേ ഉള്ളൂ. അല്ലാതുകൊണ്ട് ലഞ്ചും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകണം. 9:30 ഒക്കെ ആകുമ്പോൾ പോയാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകാറ്. ഞാൻ മാത്രം ആയതുകൊണ്ട് തന്നെ രാവിലെ ഭയങ്കര മടിയാണ് എനിക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ. കാരണം ഒറ്റയ്ക്കില്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ കൂടുതൽ കറികളും ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി തലേ ദിവസം കുറച്ച് പയറൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ കുറച്ച് പാൽ ചൂടാക്കണം, പിന്നെ കൊണ്ടുപോകാൻ കുറച്ച് വെള്ളം, അങ്ങനെയൊക്കെ കുറച്ച് വളരെ മിനിമലായിട്ടുള്ള പരിപാടി, എത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇന്നിപ്പോൾ ദോശയും തക്കാളി ചട്നിയായിരുന്നു. അപ്പം അത് പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയൊന്ന് പോയി കുളിച്ച് ഫ്രഷ് ആവണം. 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ക്യാബ് വരും. അപ്പോൾ അതിന് മുന്നേ റെഡിയായി ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനും ഭയങ്കര മടിയാണ്. പിന്നെ ചുമ്മാ ഇരിക്കുമല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇതും കൂടെ ആകുമ്പോൾ കുറച്ച് ടൈം പോകുമെന്ന് കരുതി അങ്ങ് എടുത്തതാണ്. അങ്ങനെ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ കുളിച്ചു പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എനിക്ക് പിന്നെ ഇനി കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. രാവിലെ ഒരു വീഡിയോ വാച്ച് ചെയ്യണമായിരുന്നു, കുറച്ച് ജോലിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിച്ച് ഫ്രഷായി റെഡിയായിപ്പോയി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓൾറെഡി തലേദിവസം നൈറ്റ് തന്നെ ഏകദേശം കൊണ്ടുപോവേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. പിന്നെ വെള്ളമൊക്കെ ബോട്ടിലാക്കി. അപ്പം എല്ലാം ഉണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്യണം. അപ്പം അങ്ങനെ അതൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എല്ലാ ഡോറും ക്ലോസ് ചെയ്ത് എല്ലാം ഓക്കെ ആയോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ടേ പോവാൻ. അങ്ങനെ എല്ലാം റെഡിയായിട്ട് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ടൈം ആയിട്ടില്ല. എന്തായാലും ഇനിയും ഒരു 50 മിനിറ്റ്സ് ടൈമുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ലൈറ്റും ഇതെല്ലാം ഓഫ് ചെയ്ത് ഞാൻ ഇറങ്ങി കേട്ടോ. ഫ്രണ്ട് ഗേറ്റ് വരെ എനിക്ക് 2 വീലറിൽ വേണം പോകാൻ. അതിനുശേഷം ക്യാബ് വരും. അങ്ങനെയാണ് സാധാരണ പോകാറ്. അപ്പം ദേ ഇരിപ്പുണ്ട് എൻ്റെ 2 വീലർ കുട്ടപ്പൻ. അങ്ങനെ ഞാൻ പിന്നെ ഫ്രണ്ട് ഗേറ്റ് വരെ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഫ്രണ്ട് ഗേറ്റിൽ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അപ്പോഴത്തേക്കും ക്യാബ് വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും തന്നെ ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഒരു 1/2 hour ട്രാവലിംഗേ ഉള്ളൂ കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി, വർക്ക് തുടങ്ങി. വർക്കിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതൊന്നും ഞാൻ വീഡിയോസ് എടുക്കുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ കൂടുതൽ വർക്ക് ടൈമിൽ എടുക്കാറില്ല ഫോണ്. കാരണം അത് കുട്ടികൾക്കും ഇതൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ ഫോണും കൂടുതൽ, അതുപോലെ അവരുടെ വീഡിയോസും ഞാനങ്ങനെ കൂടുതൽ എടുക്കാറില്ല. കാരണം പേഷ്യൻസ് അവരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രീ കിട്ടിയ സമയത്ത് എൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു എന്നല്ലാതെ വേറെ വീഡിയോസൊന്നും ഞാൻ എടുക്കാറില്ല. പിന്നെ ഇവിടെ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലഞ്ച് കിട്ടും. അപ്പോൾ ഇവിടെ കൂടുതലും തമിഴ് ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു ബിരിയാണി ആയിരുന്നു. എനിക്കിപ്പം ഫുഡൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടുത്തെ നല്ല ഫുഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണി റൈസൊക്കെ ആയിരുന്നു. പിന്നെ കേടും പിന്നെ എന്തോ ഒരു തോരൻ പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബാക്ക് ടു വർക്കിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഇന്ന് ഇപ്പോൾ 2:30 വരെ വർക്കുള്ളൂ. അപ്പോൾ 2:30 കഴിഞ്ഞാൽ എനിക്ക് പോവാം. അങ്ങനെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ തിരിച്ചത് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാബ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചത് വീട്ടിലേക്ക് പോവുകയാണ്.
അങ്ങനെ ഒരു ഏകദേശം 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും കേട്ടോ. 3:30 ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തി ബാഗൊക്കെ ഒന്ന് അതിൽ നിന്ന് വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ എടുത്ത് വെച്ച് ബാഗൊക്കെ ഒന്ന് സെറ്റാക്കണം. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഓൾറെഡി വെള്ളം തീർന്നിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കൂടുതലും വെള്ളം ചൂടാക്കി മാത്രമേ കുടിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയി കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വന്ന് കുറച്ച് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കും, അതിനുശേഷം ചെന്ന് ഫ്രഷ് ആവും. അതൊക്കെ തന്നെയാണ് പരിപാടി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി വൈകിട്ട് ജിമ്മിൽ പോകണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങും. അങ്ങനെ ഞാൻ പിന്നെ നേരെ കിച്ചണിൽ കയറി കുറച്ച് വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചു. ഇനി ഒന്ന് പോയി ഫ്രഷ് ആവണം. പിന്നെ ഞാൻ സാധാരണ ടൈം കിട്ടുവാണെങ്കിൽ ടൈമിൽ എന്തെങ്കിലും ഫേസ് മാസ്കോ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് ഫേസ് മാസ്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ചായയോ കോഫിയോ പാലോ എന്തെങ്കിലും കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുക്കും. ഒന്നെങ്കിൽ ഫോണിൽ എന്തെങ്കിലും വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ കുറച്ച് നേരം കിടക്കും. അത്രയ്ക്ക് ക്ഷീണമാണെങ്കിൽ കിടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു 5:30 ആകുമ്പോഴത്തേക്ക് ജിമ്മിൽ പോകണം. അപ്പം അതുകൊണ്ട് അതിനിടയ്ക്കൊരു ഏകദേശം ഒരു 1.5 2 hours ടൈമുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പരിപാടിയൊക്കെ ഏകദേശം ഇതിൻ്റെ ഇടയിൽ നടക്കും. അപ്പം അത്യാവശ്യം ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊരു ബോറടി, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്തെ ക്വാർട്ടേഴ്സിലൊക്കെ ആൾക്കാരുണ്ട്, അപ്പോൾ അവരോടൊക്കെ സംസാരിക്കും. പിന്നെ ഇവിടെ മൊത്തം ഹിന്ദിക്കാരാണ് കേട്ടോ. ഞാൻ ഹിന്ദി പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഹിന്ദിക്കാരാണ്. എന്നുവെച്ചാൽ എൻ്റെ ആ ഒരു ക്വാർട്ടർ ഭാഗം മൊത്തം ഹിന്ദിക്കാരാണ്, ആരും മലയാളികളില്ല. പിന്നെ സ്റ്റേഷനിൽ മലയാളികളുണ്ട്, ബട്ട് ക്വാർട്ടേഴ്സിൽ ഈ ഒരു ബിൽഡിങ്ങിലൊന്നും ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യമൊക്കെ കുറേ കഷ്ടപ്പാട്, ഇപ്പോഴും കഷ്ടപ്പാടാണ് ഹിന്ദിയുടെ കാര്യത്തിൽ. നമുക്ക് വായിക്കാനും എഴുതാനും ഒക്കെ പഠിക്കുന്ന കാലത്ത് പഠിക്കുമല്ലോ, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഒട്ടും ശരിയല്ല. ഇപ്പോൾ പിന്നെ കുറേയൊക്കെ പഠിച്ചു വരുന്നു. അവരുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേയൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ വന്ന് ഫ്രഷപ്പൊക്കെ ആയി. ഫ്രഷപ്പായിട്ട് ഞാൻ വിചാരിച്ചു ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ടൈം ഉണ്ടല്ലോ, വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഒരുപാട് ഫെയ്ഡായിട്ടുണ്ടത്, എന്നാലും ചെറിയ പിമ്പിൾസ് ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് അത്രയും ഫുള്ളായിട്ട് പോവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായിട്ടൊക്കെ വന്നു. ഇനി ഫേസിൽ എന്തെങ്കിലും ഒരു മാസ്ക്, അവിടെ എന്താണോ ഇരിക്കുന്നത് അതൊക്കെ തട്ടിക്കൂട്ടി ഒരു മാസ്ക് അങ്ങ് എടുത്തിടും. വേറെ പരിപാടിയൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം പോയി ഇനി എനിക്ക് ചായയോ കോഫിയോ എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ. ചായയൊക്കെ പ്രിപ്പയർ ചെയ്തു കേട്ടോ. ചായയൊക്കെ ഇന്ന് ചായയുടെ കൂടെ പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു. എനിക്ക് പ്രിങ്കിൾസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു പെരി പെരി ഫ്ലേവർ ഞാനിപ്പോൾ മേടിച്ചതാണ്. എനിക്കത് പക്ഷേ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് എനിക്ക് ഇത്ര പിടിച്ചില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു 5:30 5:45 ഒക്കെ ആയപ്പോഴത്തേക്ക് റെഡി ആയിട്ടോ ജിമ്മിൽ പോകാൻ വേണ്ടി. പിന്നെ ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പോയി. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഫ്രഷപ്പായി ഡിന്നറൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, മടിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ ബൈ.